കടികളെ കാന്താരസൻ ചാക്കോച്ചിയാണ്. ഇത് നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെമ്മീൻ അച്ചാറാണ്. ഒത്തിരി പേര് നമ്മുടെ ആവശ്യപ്പെട്ടിട്ട് ചെമ്മീൻ അച്ചാറിന്റെ റെസിപ്പിയും ചോദിച്ചു. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ചെമ്മീൻ അച്ചാർ ഇവിടെ ഒത്തിരി പേര് കഴിച്ചിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ അച്ചാർ. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ അച്ചാർ നമുക്ക് എല്ലാവർക്കും ചേർന്ന ഒരു പുതിയ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. എല്ലാവരും നമ്മുടെ കൂടെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കി ചറ പറയാന്ന് പറഞ്ഞു പരിപാടിയിൽ കഴിച്ച് നമുക്ക് പോവാം. പച്ചമുളക്, ഇഞ്ചി പേസ്റ്റ്, ഇഞ്ചി നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളകും പെരിഞ്ചീരകവും പൊടിച്ചെടുത്തത്, കടുക്, വേപ്പില, ഉലുവ, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എരിവുള്ളത് കുറച്ച്, കാശ്മീരി മുളക് പൊടി, ഉപ്പ്, ഇത് വിനീഗറാണ്, പിന്നെ സൺഫ്ലവർ ഓയിൽ, പിന്നെ ചെമ്മീൻ. ഒരു പാത്രം എടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, നമ്മൾ എരിവുള്ള മുളക് പൊടി കൊടുക്കാം, കാശ്മീരി മുളക് പൊടി ഇടാം, പിന്നെ പെരിഞ്ചീരകവും കുരുമുളകും പൊടിച്ച് കുറച്ചിടാം, പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെമ്മീനിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മാറ്റി വയ്ക്കണേ. കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഈ ചെമ്മീനിട്ട് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കണം. വറുത്ത് കോരിയെടുക്കുന്ന ആ എണ്ണ മാറ്റി വയ്ക്കണേ. വറുത്ത് കോരിയതിന് ശേഷം നമ്മൾ പുതിയ എണ്ണയിലായിരിക്കും നമ്മൾ പിന്നെ ഇത് ചെയ്യുന്നത്, ചെമ്മീൻ അച്ചാറിടുന്നത്. ഈ എണ്ണ നമുക്ക് മാറ്റി പിന്നീട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാരും മറക്കരുത്. നമ്മളിതുപോലെ ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കുക. അതിനുശേഷം പുതിയ എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ, അതിൽ വെളുത്തുള്ളി വറുത്ത് കോരിക്കണേ. നീളത്തിൽ അരിഞ്ഞെടുത്തിരുന്ന വെളുത്തുള്ളി വറുത്ത് ഇതുപോലെ മാറ്റി വയ്ക്കാം. അതിനുശേഷം പച്ചമുളക് നമുക്കൊന്ന് വറുത്ത് എടുക്കാം. പിന്നെ ഇഞ്ചി നമുക്കിതുപോലെ വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആ കടുക് എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് ഇട്ടൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഉലുവിടാം. ഉലുവിട്ടതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഇടണം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. ബ്രൗൺ കളർ ആയതിനു ശേഷം മുളക് പൊടി ഇടണം, പിന്നെ കാശ്മീരി. അതിനുശേഷം കുരുമുളകും പെരിഞ്ചീരകവും പൊടിച്ചത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. കായപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ മുന്നേ വറുത്ത് കോരി വെച്ചിരുന്ന എണ്ണ ഉണ്ടല്ലോ, അതിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം വറുത്ത് കോരി വെച്ചിരുന്നത് നമുക്കിതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഒരു സാധനമാണ് പഞ്ചസാര. ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ചൊറുക്ക് ഒഴിച്ചു കൊടുക്കാം. വിനീഗർ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യണേ. പക്ഷേ അതിൽ ഉപ്പ് നോക്കണം കറക്റ്റ് ആണോന്ന്, ഉപ്പും പൊടിയൊക്കെ. അപ്പം എനിക്കിത്തിരി ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് പൊരിച്ച് ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെമ്മീനിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ അച്ചാർ ഏകദേശമായിട്ടുണ്ട്. ചെറിയ ചൂട് നമ്മൾ ചെമ്മീൻ അച്ചാറുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും താങ്ക് യു, ബൈ, ടാറ്റ.